ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ എൻ്റർ ദ വാറിയേഴ്സ് ഗേറ്റ് എന്ന് പറയുന്ന സിനിമയുടെ പകുതി പറഞ്ഞ് നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ നായകനും വാറിയറും കൂടി രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ശത്രുരാജാവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ ആ വാറിയറും നമ്മുടെ നായകനും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുന്നു. നമ്മുടെ ഹീറോ ആവട്ടെ സ്റ്റൈലായിട്ട് ഒരു കണ്ണടയൊക്കെ വെച്ച് ആ വാറിയറിന് ഡാൻസ് കളിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ വാറിയർ പറയണ്ട അനിയ, ഇതൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന പരിപാടിയാണ്, ഞാൻ എനിക്ക് വേറെ നല്ലൊരു കാര്യം പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മാർഷൽ ആർട്സും കുംഫുവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ ഒരാളോട് ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ ആ വാറിയർ നായകന് പറഞ്ഞു കൊടുക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പുറപ്പെടുന്നു. ശത്രുരാജ്യത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പുഴ കടക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ വാറിയറിനാവട്ടെ നീന്തലോട്ട് അറിയുകയില്ല. അതുകൊണ്ട് അവൻ നായകനോട് പറയും, വാ നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോവാമെന്ന്. അപ്പോൾ നായകൻ അവനെ കളിയാക്കി ചിരിക്കുന്നു. കാരണം പുള്ളിക്കാരന് നന്നായിട്ട് നീന്തലറിയാം. പാവം വാറിയർ പിണങ്ങിപ്പോവാൻ നോക്കുമ്പോൾ നമ്മുടെ നായകൻ പറയും, ബ്രോ വാന്ന്, നീന്താനൊക്കെ ഞാൻ പഠിപ്പിക്കാന്നേ, വാ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ വാറിയർ ആകെ പേടിച്ച് വിറച്ചിട്ടൊക്കെയാണ് ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ നായകൻ വാറിയറിന് നീന്തൽ ട്രെയിനിങ് ഒക്കെ നൽകി രണ്ടുപേരും കൂടി സൂപ്പറായിട്ട് നീന്തി ആ പുഴ കടന്ന് ശത്രുരാജ്യത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആ കൊട്ടാരത്തിന് ചുറ്റും ഒരുപാട് സോൾജിയേഴ്സ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ നായകനും വാറിയറും കൂടി ഒരുപാട് ട്രിക്കുകളൊക്കെ പ്രയോഗിച്ച് അവരെയൊക്കെ പറ്റിച്ചും അവരെയൊക്കെ കൊന്നുമൊക്കെ അവസാനം നമ്മുടെ നായകൻ നായികയെ കണ്ടെത്തുന്നു. ഹീറോയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ നായികയ്ക്കും ഭയങ്കര സന്തോഷം. എന്തോ ഒരു ഫീലിങ്സ് അവൾക്കുണ്ടായതുപോലെ, എന്തോ മിസ്സായൊരു സാധനം കണ്ടു കിട്ടിയതുപോലെ. എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ദൂരം വരെ വന്നോ എന്ന് നായകനോട് ചോദിക്കുന്നു. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ച് അടുത്തേക്ക് ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് രസച്ചരട് പൊട്ടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വാറിയർ കയറി വരുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന് വാറിയർ അവരെ അറിയിക്കുന്നു. അങ്ങനെ 3 പേരും കൂടി അവിടെ നിന്നും പുറപ്പെടുന്നു. പക്ഷേ കഷ്ടകാലത്തിന് ശത്രു സൈന്യത്തിലെ എല്ലാവരും വന്ന് അവരെ വളഞ്ഞുകൂടി പിടിക്കുന്നു. അപ്പോഴേക്കും വില്ലൻ രാജാവും അങ്ങോട്ടേക്ക് വരുന്നു. എന്ത് ധൈര്യത്തിലാടാ എൻ്റെ കോട്ടയിലേക്ക് കയറി വന്നത്? നിങ്ങളെ രണ്ടിനെയും ഞാൻ നാളെ രാവിലെ കൊന്നോളാം. അതുമാത്രമല്ല, നാളെ രാവിലെ ഈ രാജകുമാരിയുടെ കല്യാണം, അതും ഞാനുമായിട്ട്, അത് ഞാനങ്ങോട്ട് ഉറപ്പിച്ചു എന്നും പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം രാജകുമാരിയെ കെട്ടിയിടുന്നു. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായകനെയും നമ്മുടെ വാറിയറിനെയും മറ്റൊരു മുറിയിൽ അടച്ചിടുകയും ചെയ്യുന്നു. ആ സമയത്ത് വാറിയർ എന്ത് ചെയ്യുന്നു എന്നറിയോ? ആ മുറിയിലേക്ക് വന്ന ഒരു പൂമ്പാറ്റയോട്, ഞങ്ങൾ ഇതുപോലെ വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുകയാണെന്നും ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും ആ മന്ത്രവാദിയോട് പോയി എന്നും പറഞ്ഞ് പൂമ്പാറ്റയെ അയക്കുന്നു. ഹൈ, ഇവൻ കൊള്ളാലോ, പൂമ്പാറ്റകളോടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നായകൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നു. തുടർന്ന് നമ്മുടെ നായികയെ കാണിക്കുന്നു. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രാജകുമാരി. പെട്ടെന്ന് ആ മുറിയിലേക്ക് പുകപടലങ്ങൾ പരക്കാൻ തുടങ്ങി. അത് നമ്മുടെ നായികയുടെ മുഖത്തിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് അതൊക്കെ നായികയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടെ ആ സീൻ കട്ടാവുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. നമ്മുടെ വില്ലൻ രാജാവിന് ഭയങ്കര സന്തോഷം. കല്യാണം കഴിക്കാൻ പോവല്ലേ, അതും അടുത്ത രാജ്യത്തെ രാജകുമാരിയെ. അതോടുകൂടി ശത്രുരാജ്യം തന്റെ സ്വന്തമാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നായകനെയും ആ വാറിയറിനെയും തൂക്കുമരത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും തൂക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ വില്ലൻ രാജാവ് ആജ്ഞാപിക്കുന്നു. അങ്ങനെ കുമാരിയെ അവിടെ എത്തിക്കുന്നു. മുഖത്ത് ഒരു തുണി മൂടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വില്ലൻ രാജാവ് ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. പടയാളികളൊക്കെ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുന്നു. വില്ലൻ രാജാവ് പതുക്കെ പോയി രാജകുമാരിയുടെ മുഖം മൂടിയിരുന്ന ആ തുണി എടുത്തു മാറ്റുന്നു. അയ്യോ! ആ മുഖം കണ്ട് രാജാവ് പേടിച്ചുപോയി. വലിയ കണ്ണുകളും നീണ്ട നാക്കുമൊക്കെ ആയിട്ട് എന്തോ ഒരു ക്രിയേച്ചർ പോലെ. പോരാത്തതിന് കിടിലൻ എക്സ്പ്രഷനും. ശത്രുരാജാവായിട്ട് വാളൊക്കെ എടുത്ത് അവളെ കൊല്ലറ എന്നും പറഞ്ഞിട്ട് അലറി വിളിക്കുന്നു. അപ്പോഴേക്കും ഒരു പൂമ്പാറ്റ നമ്മുടെ വാറിയറിന്റെയും നായകന്റെയും അടുത്ത് വരുന്നു. അത് വേഷം മാറി വന്ന ആ മന്ത്രവാദിയായിരുന്നു. അദ്ദേഹം നായകനെയും വാറിയറിനെയും കയറിൽ നിന്നും ഊരി രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിലേക്ക് ഒരു മാജിക് പവർ കൊടുക്കുന്നു. അവൻ അവിടുന്ന് ജമ്പ് ചെയ്ത് പറന്നുപോയി രാജകുമാരിയെ അപ്പുറത്തെ സൈഡിൽ നിന്ന് രക്ഷപ്പെടുത്തി തിരിച്ച് ഒരു കയറ് വഴി വാറിയറും മന്ത്രവാദിയും നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇപ്പോഴും നമ്മുടെ നായികയുടെ മുഖം ആ വിചിത്ര ജീവിയെ പോലെ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ മന്ത്രവാദി ഒരു മന്ത്രം ചൊല്ലി ആ മുഖം പഴയതുപോലെയാക്കുന്നു. അതായത് ഇയാളാണ് ആ പുകയായിട്ട് പോയിട്ടും രാജകുമാരിക്ക് ഈ മുഖം നൽകിയത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. പിന്നീട് അങ്ങോട്ടേക്ക് കിടിലൻ ഫൈറ്റാണ്. വാറിയറും നായകനും രാജകുമാരിയും മന്ത്രവാദിയും എല്ലാവരും ശത്രുരാജ്യത്തെ പടകളോട് പൊരുതുകയാണ്. അതിനിടയിൽ ആ മന്ത്രവാദി കുറെ മന്ത്രവിദ്യകളൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ നായകന് ഒരു
മന്ത്ര പൗഡർ കൊടുക്കുന്നു. നായകൻ അത് ബോംബ് പോലെയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരു വലിയ മോൺസ്റ്റർ അവനെ ആക്രമിക്കാൻ വരുന്നു. അവന്റെ കണ്ണും വെട്ടിച്ച് അവിടെ നിന്ന് രാജകുമാരിയെയും കൂട്ടിയിട്ട് അവൻ ഓടി ഒരു യന്ത്രത്തിലേക്ക് കയറുന്നു. ആ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, പണ്ട് ബാഹുബലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ടൈപ്പ് സാധനം. നായകനും നായികയും അതിൽ കയറിയപ്പോൾ നമ്മുടെ വാറിയർ അമ്പെയ്ത് അതിന്റെ കയറെറുക്കുന്നു. അങ്ങനെ പ്രാചീന കാലത്തെ റോക്കറ്റ് വിക്ഷേപണം പോലെ രണ്ടുപേരും പറന്നുപോയി ഒരു കാട്ടിലേക്ക് വീഴുന്നു. താഴെ വീണ നായകന്റെ ബോധം പോയി. കുറച്ച് സമയം കഴിഞ്ഞ് നായകന് ബോധം വന്ന് നോക്കുമ്പോൾ വില്ലൻ രാജാവും അവന്റെ പടയാളികളും അവന് ചുറ്റുമുണ്ട്. നായികയെ കെട്ടിയിട്ടിട്ടാണുള്ളത്. നായികയെ രക്ഷിക്കാൻ ശ്രമിച്ച അവനെ പടയാളികൾ ആക്രമിക്കുന്നു. നായകനാവട്ടെ ഭയങ്കരമായിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കരാട്ടയും കൂംഫും എല്ലാം കൂടി ചേർന്ന് അവരെ അടിച്ച് പെരുപ്പിക്കുന്നു. അങ്ങനെ അവസാനം സോൾജേഴ്സിനെയൊക്കെ അടിച്ച് താഴെയിടുന്നു. അപ്പോഴേക്കും ശത്രു രാജാവ് നായകനെ ആക്രമിക്കാൻ തുടങ്ങി. നമ്മുടെ വാറിയർ നായകന് ഓൾറെഡി യുദ്ധം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നല്ലോ. അതൊക്കെ വെച്ച് നായകൻ പരമാവധി അയാളെ ചെറുത്തു നിൽക്കുന്നു. അവസാനം പഠിച്ച എല്ലാ വിദ്യകളും ഉപയോഗിച്ച് മുളക്കമ്പെടുത്ത് അവൻ ആ രാജാവിന്റെ കഴുത്തിൽ കുത്തിയിറക്കി അയാളെ കൊല്ലുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ രാജകുമാരിയുടെ പട്ടാഭിഷേകം. നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് രാജകൊട്ടാരത്തിലേക്ക് നടന്നു വരികയാണ് രാജകുമാരി. കൊട്ടാരത്തിലെ എല്ലാവർക്കും സന്തോഷം. ശത്രു രാജാവ് പോലും ഇല്ലാതായിരിക്കുന്നു. ആ ചടങ്ങിനിടയിൽ നമ്മുടെ രാജകുമാരിയും നായകനും സംസാരിക്കുകയാണ്. രാജകുമാരി നായകനോട് പറയുന്നു, നിനക്ക് ധൈര്യമില്ല എന്ന് നീ വിചാരിക്കുന്നതാണ്. ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ളവൻ നീയാണ്. ഇത്രയും ചെറിയ വയസ്സിൽ തന്നെ ഇത്ര വലിയ ധൈര്യശാലിയാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായിക നമ്മുടെ നായകനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സ്നേഹം നിറഞ്ഞു പൊങ്ങുന്നു. അങ്ങനെ നായിക നമ്മുടെ നായകനെ നല്ലൊരു കിസ് കൊടുക്കുന്നു. ഹീറോയ്ക്ക് പെരുത്ത സന്തോഷമായി. ആ സന്തോഷത്തോടെ പുള്ളിക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ കുറെ സോൾജിയേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നായകന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് കണ്ടതോടെ അവരെല്ലാവരും നായകന് നേരെ വാളോങ്ങുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജകുമാരിയെ തൊടാൻ പോലും പാടില്ല. ഇവനാണെങ്കിൽ കയറി ഉമ്മ വെച്ചേക്കുന്നു. വെറുതെ വിടുവോ, പിടിക്കടാ അവനെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അവന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇവൻ ഓടിപ്പിടിച്ച് ആ വാറിയറുടെ വീട്ടിലേക്ക് എത്തുന്നു. വാറിയറും അവന്റെ നേരെ വാൾ നീട്ടുന്നു. ഈ നാടിന്റെ നിയമങ്ങൾക്കും ആചാരങ്ങൾക്കും ഞാനും ബന്ധനസ്ഥനാണ്. എനിക്ക് നിന്നെ കൊന്നേ മതിയാവൂ എന്ന് വാറിയർ അവനോട് പറയുന്നു. പക്ഷെ എന്നിരുന്നാലും ആ വാറിയർക്ക് അതിന് മനസ്സ് വന്നില്ല. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് ചെലവഴിച്ച നിമിഷങ്ങൾ അയാൾ ആലോചിച്ചു. അവരുടെ സൗഹൃദത്തെപ്പറ്റി അവൻ ആലോചിച്ചു. നിയമവും ആചാരവും ഒക്കെ നമുക്ക് സാവധാനത്തിൽ ശരിയാക്കാം. നീ ഇപ്പം ഏതായാലും എത്രയും പെട്ടെന്ന് നിന്റെ ലോകത്തിലേക്ക് പോകാൻ നോക്കുമെന്ന് വാറിയർ അവനോട് പറയുന്നു. അപ്പോഴേക്കും നിരവധി സൈനികർ നായകനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വാറിയറിന്റെ വീട്ടിലേക്ക് കുതിച്ചു കയറി. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ നായകൻ അവിടെ ഉണ്ടായിരുന്ന ഭരണിക്കുള്ളിലേക്ക് എടുത്തു ചാടുന്നു. നേരെ വന്ന് അവന്റെ വീട്ടിൽ ആ ഭരണിയോടുകൂടി വീഴുന്നു. വീണ വീഴ്ചയിൽ ആ ഭരണി ആകെ തവിടുപൊടിയായി. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അമ്മയും അവിടത്തേക്ക് എത്തുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ് പോയതാണല്ലോ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീടൊക്കെ ആകെ അലങ്കോലായിട്ടിരിക്കുന്നു. കണ്ടപ്പോൾ തന്നെ നായകനെ പിടിച്ച് രണ്ട് ചീത്ത പറച്ചിലും ചെയ്യുന്നു അമ്മ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ ആകെ വിഷമിച്ചിരിക്കുകയാണ്. വിഷമത്തിന് കാരണം അമ്മ ചീത്ത പറഞ്ഞതല്ല, ആ ഭരണി പൊട്ടിപ്പോയതാണ്. ഇനി നായികയെ കാണാൻ വേണ്ടിയിട്ട് അവന് ആ ലോകത്തേക്ക് എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ളൊരു ടെൻഷനാണ് അവന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ കോളേജിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ ഓർമ്മയുണ്ടോ, കുറച്ച് തലതെറിച്ച പിള്ളേർ വന്നിട്ട് നമ്മുടെ നായകനെ കളിയാക്കുന്ന കാര്യം? അതുപോലെ തന്നെ അവന്മാര് വന്നിട്ട് നമ്മുടെ നായകനെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ ഹീറോ ആളാകെ മാറിപ്പോയില്ലേ. പുള്ളി ഇപ്പം ബമ്പം ധൈര്യശാലിയല്ലേ, എല്ലാത്തിനെയും അടിച്ച് പൊളക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം നായകൻ വീണ്ടും ആ ഭരണി ഒട്ടിച്ചു ചേർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് സാധിക്കാതെ വന്നപ്പോൾ ഇനി ഞാൻ എങ്ങനെ ആ ലോകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ നായകൻ. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നു. ആ ലോകത്ത് വെച്ച് താൻ കണ്ട എല്ലാ ആൾക്കാരെയും ഒരു ക്യാരക്ടറായി മാറ്റി തൻ്റെ ഗെയിമിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ അവൻ അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ ഗെയിം ഡെവലപ്പ് ചെയ്ത് ഒരു ഗെയിം കമ്പനിയിലേക്ക് പോകുന്നു. ആ കമ്പനിക്ക് ആ ഗെയിം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് കൊടുത്ത് അത് വാങ്ങുന്നു. അങ്ങനെ അവിടെ നിന്നും നായകൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയാകട്ടെ അവൻ്റെ അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് അവൻ കാണുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ വാടക കൊടുക്കാൻ സാധിക്കാത്തതിനാൽ വീട് ഒഴിയാൻ പറഞ്ഞിരിക്കുകയാണ് ഓണർ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിലേക്ക് ഹീറോ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെക്ക് നീട്ടിവെക്കുന്നു. അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ആകെ അത്ഭുതമായി. ഇത്രയും പണം എനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വഴക്കു അറിയായിരുന്നല്ലോ, ഇത് അതുപോലെ ഒരു ഗെയിം ഉണ്ടാക്കിയിട്ട് ഞാൻ സമ്പാദിച്ചതാണ് എന്ന് അവൻ അമ്മയോട് പറയുന്നു. അത് കേട്ടതോടെ അവന്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നു. അങ്ങനെ ആ പണം കൊടുത്ത് ആ വീട് സ്വന്തമായിട്ട് വാങ്ങി അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ നായകൻ ഒരു ദിവസം ഒരു മാളിലേക്ക് പോകുന്നു. പെട്ടെന്ന് പിന്നിൽ ഹീറോയിന്റെ വോയിസ് കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നമ്മുടെ രാജകുമാരി പിന്നിൽ നിൽക്കുന്നു. നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് നായകൻ അവളോട് ചോദിക്കുന്നു. നമ്മുടെ മന്ത്രവാദിയില്ലേ, അയാളോട് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് നായിക അവനോട് പറയുന്നു. അങ്ങനെ നായികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും വാങ്ങിയിട്ട് അവർ പാതയിലൂടെ നടക്കാൻ തുടങ്ങി. എനിക്ക് എപ്പോഴൊക്കെ നിന്നെ കാണണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വരുമെന്ന് നായകനോട് പറയുന്നു. നായകൻ അത് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി സിനിമ അവസാനിക്കുന്നു.
അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കഥയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സിനിമകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ